അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. أعوذ بالله من الشيطان الرجيم. تلك الرسل فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى ابن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله يفعل ما يريد. يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. صدق الله العظيم. ഏറെ ആദരണീയരായ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറ അൽ ബഖറയിൽ നമ്മളൊരു പുതിയ ജുസ്ഇലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ കലാമ് വളരെ കൃത്യമായി പഠിക്കാനും അതനുസരിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനും റബ്ബ് സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ധാരാളം കേൾക്കുകയും ഒരുപാടേറെ പറയുകയും എന്നാൽ അത് ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്, അത് വലിയ നഷ്ടമാണ്, ഉപകാരമില്ലാത്ത വിജ്ഞാനമായി തീരുമത്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരമൊരവസ്ഥയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചത് സൂറത്തുൽ ബഖറയിലെ 252 വരെയുള്ള ഭാഗമാണ്. ഇതിനകം നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇവിടെ അള്ളാഹു പറയുകയാണ്, തിൽക്ക അവർ, അർ റുസുൽ ദൂതന്മാർ. റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ, റുസുൽ ദൂതന്മാർ. ഫളൽന നാം അനുഗ്രഹിച്ചിരിക്കുന്നു, ബഅ്ലഹും അവരിൽ ചിലരെ, അലാ ബഅദ് മറ്റു ചിലരെക്കാൾ, മിൻഹും അവരിൽ, മൻ കല്ലമല്ലാഹ് ചിലരോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു, വറഫഅ ബഅ്ദുഹും ചിലരെ നാം ഉയർത്തി, ദറജാത്ത് പദവികൾ പടികൾ, വആതൈന ഈസ ഇബ്ന മറിയം മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാമിന് നാം നൽകി, അൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ, വഅയ്യദ്നാഹു നാം അദ്ദേഹത്തെ ബലപ്പെടുത്തി, അദ്ദേഹത്തെ നാം സഹായിച്ചു, ബിറൂഹിൽ ഖുദ്സ് പരിശുദ്ധാത്മാവിനാൽ, വലൗ ശാ അല്ലാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ, മഖ്തതല യുദ്ധം ചെയ്യുമായിരുന്നില്ല, അല്ലെങ്കിൽ പോരാടുമായിരുന്നില്ല, അല്ലദീന മിൻ ബഅദിഹിം അവർക്ക് ശേഷമുള്ളവര്, മിൻ ബഅദി മാ ജാഅത്ഹും അവർക്ക് വന്ന ശേഷം, അൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ ദൃഷ്ടാന്തങ്ങൾ,
വലാകിൻ പക്ഷേ ഇഖ്തലഫു അവർ ഭിന്നിച്ചു, ഫമിൻഹും അങ്ങനെ അവരിൽ മൻ ആമന ചിലർ വിശ്വസിച്ചു, വമിൻഹും മൻ കഫർ ചിലർ സത്യനിഷേധികളായി തീർന്നു. വലൗ ശാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തതലൂ അവർ പോരാടുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ പക്ഷേ അല്ലാഹു യഫ്അലു മാ യുരീദ് അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് ചെയ്യുന്നു. അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് ചെയ്യുന്നവനാണ്. യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ മുഅ്മിനീങ്ങളെ, അൻഫിഖൂ നിങ്ങൾ ചെലവഴിക്കുവിൻ, മിമ്മാ റസഖ്നാകും നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന്, മിൻ ഖബൽ മുമ്പ്, അൻ യഅതിയ വരുന്നതിന് മുമ്പ്, യൗം ഒരു ദിവസം വരുന്നതിന് മുമ്പ്, ലാ ബൈഉൻ അന്ന് ഒരു കൊള്ളക്കൊടുക്കയും ഇല്ല, ഫീഹി അതിൽ, അതുപോലെ തന്നെ വലാ ഖുല്ലത്തുൻ ഒരു മൈത്രി ബന്ധവും ഇല്ല, വലാ ശഫാഅത്തുൻ ശുപാർശകൾ ഇല്ല, വൽ കാഫിറൂൻ സത്യനിഷേധികളായവർ ഹും അവർ തന്നെയാണ് അല്ലാലിമൂൻ അധർമ്മികളായിട്ടുള്ള ആളുകൾ എന്നതാണ്. അപ്പൊ ഇതിനു മുമ്പ് നീ ദൈവദൂതന്മാരിൽ പെട്ടവൻ തന്നെയാണ് എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണല്ലോ ഇതിനു തൊട്ടു മുമ്പുള്ള സൂക്തം അവസാനിച്ചത്. തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് വഇന്നക ലമിനൽ മുർസലീൻ നിശ്ചയമായും നീ ദൈവദൂതന്മാരിൽ പെട്ടവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനു മുമ്പുള്ള ആയത്ത് അവതരിച്ചത്. അതിനോടനുബന്ധിച്ച് ദൈവദൂതന്മാരോട് അവരുടെ സമൂഹങ്ങൾ സ്വീകരിക്കേണ്ടുന്ന സമീപന രീതി വ്യക്തമാക്കുകയാണ് ഈ ആയത്തിലൂടെ ഖുർആൻ ചെയ്യുന്നത്. ഇവിടെ തിൽക്ക എന്ന പദത്തെ കുറിച്ചാണെങ്കിൽ അത് അല്ലെങ്കിൽ ആ എന്ന രീതിയിൽ പറയാം. എന്ന് പറഞ്ഞാൽ ആ ദൈവദൂതന്മാർ എന്ന് പറയാം. അതേപോലെ ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് മുമ്പ് ഇവിടെ പരാമർശിച്ചിട്ടുള്ള മുർസലീങ്ങളാണ്. ഖുർആനിൽ തന്നെ മുമ്പേ പരാമർശിച്ചു വരുന്ന അള്ളാഹുവിന്റെ ദൂതന്മാരെ സംബന്ധിച്ചാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മൂസ അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവദൂതന്മാരെ സംബന്ധിച്ചാണ്. അപ്പൊ ഈ ദൈവദൂതന്മാരെല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നവരാണല്ലോ. അള്ളാഹു ആണല്ലോ അവരെ തെരഞ്ഞെടുക്കുന്നത്, നിശ്ചയിക്കുന്നത്. അള്ളാഹു സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് അള്ളാഹു താല തന്നെ അവന് മാത്രം അറിയുന്ന ഒരു യുക്തിയിൽ, അവന്റെ മാത്രം തീരുമാനാധികാരത്തിൽ അവൻ തന്നെ അള്ളാഹുവിന്റെ മുർസലീങ്ങളെ, ദൂതന്മാരെ തെരഞ്ഞെടുക്കുകയാണ്. ഓരോ കാലത്തേക്കും അനുസരിച്ച് ആ കാലത്തിന്റെ ഭാഷയിൽ, അവിടെയുള്ള ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്ന, അവർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന രീതിയിലാണ് ദൈവദൂതന്മാർ വരിക. എന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് എല്ലാ ദൈവദൂതന്മാരും പറയുന്നത് ഒരേ കാര്യമാണ്. എന്താണ് ആ കാര്യം? അതിനൊരു വാക്യത്തിൽ, ഒരു കലിമയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നു തന്നെയാണ്. അള്ളാഹു അല്ലാത്ത ഒരു ഇലാഹും ഇല്ല. ഇതാണല്ലോ എല്ലാ ദൂതന്മാരും പഠിപ്പിച്ചിട്ടുള്ളത്. ആദം അലൈഹിസ്സലാം ഒന്നാമത്തെ മനുഷ്യനാണ്, ഒന്നാമത്തെ നബിയാണ്. അതുമുതൽ തുടങ്ങി അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പഠിപ്പിച്ച കാര്യം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തന്നെയാണ്. എന്നാൽ അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതിന്, ആ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന് പകരം ആരാണോ അന്നത്തെ റസൂൽ, ആ ദൂതരുടെ പേരാണ് പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അത് അറബി ഭാഷയിൽ തന്നെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. ഓരോ നാട്ടിലേക്കും അവരവരുടെ ഭാഷയിലാണ് അല്ലാഹു തആല ദൂതന്മാരെ പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പോൾ അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിസ്ഥാന വാക്യം പറയും. അത് പറയുന്നതോടൊപ്പം ആ കാലഘട്ടത്തിലെ ഏറ്റവും കൊടിയ തിന്മ എന്താണോ, ഏറ്റവും പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യപ്പെടേണ്ടുന്നതായിട്ടുള്ള തെറ്റുകൾ എന്താണോ,
അതിനെ വളരെ രൂക്ഷമായ രീതിയിൽ എതിർക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അളവ് തൂക്കങ്ങളിലുള്ള കൃത്രിമത്വത്തിനെതിരെ ഷുഐബ് അലൈഹി ഇസ്ലാം ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പൊങ്ങച്ചക്കാരായ ആളുകൾ വലിയ വൻ മലകൾ തുരന്ന് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. പിന്നെ ആ കാലത്ത് വന്ന നബിമാർ രാഷ്ട്രീയമായ അടിമത്തമാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഇസ്രായേലിയർക്കെതിരെ ഖിബിത്തി വംശജരായിട്ടുള്ള ഫറവോമാരുടെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. എന്നിട്ട് ആ സമൂഹത്തെ മോചിപ്പിച്ചു കൊണ്ടുപോയതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ കാലത്തും ഓരോ നബിമാരും അള്ളാഹുവിന്റെ ദൂതന്മാർ അവരുടെ എല്ലാം അടിസ്ഥാനം ഒന്നാണെങ്കിലും ഒരേ കാര്യത്തിലേക്കാണ് അവർ പ്രബോധനം ചെയ്യുന്നതെങ്കിലും അതിന്റെ വിശദാംശങ്ങളിൽ സ്വാഭാവികമായും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് ഓരോ കാലത്തിന്റെ ഭാഷക്കനുസരിച്ചായിരിക്കും. ആ കാലഘട്ടങ്ങളിൽ എന്താണോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തത്വം സ്ഥാപിക്കപ്പെടുന്നതിന് വിരുദ്ധമായി മനുഷ്യ സമൂഹത്തിലുള്ളത് അതിനെ പ്രത്യേകമായി പ്രശ്നവൽക്കരിച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ പറയുക. ഇങ്ങനെ വരുന്ന ഓരോ ദൂതന്മാരും അള്ളാഹുവിന്റെ ദൂതന്മാരെല്ലാം ഓരോരുത്തരുടെ തുടർച്ചയായിട്ടാണ് വരുന്നത്. മുൻ പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ടല്ല, അവരെ സത്യപ്പെടുത്തിക്കൊണ്ട് അവര് പറഞ്ഞതിന്റെ തുടർച്ചയായി തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ വരിക. അങ്ങനെ വരുന്ന പ്രവാചകന്മാർ വ്യത്യസ്ത ഗോത്രങ്ങളിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത ഗോത്രങ്ങളിലൊക്കെ ആയിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. അങ്ങനെ വന്ന മുഴുവൻ പ്രവാചകന്മാരെയും അംഗീകരിക്കണം. ഇത് ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വറുസുലിഹി എന്ന് പറയുന്നത് ഈമാൻ കാര്യത്തിൽ അംബിയാ മുർസലീങ്ങളിലുള്ള വിശ്വാസം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എല്ലാവരെയും അംഗീകരിക്കണം. ഏതെങ്കിലും ഒരാൾ അംഗീകരിക്കാതെ മാറ്റി നിർത്തപ്പെടാൻ പാടില്ലാത്തതാണ്. നമ്മുടെ പൂർവികരായ ആളുകൾക്ക് സംഭവിച്ചു പോയ കൊടിയ തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ അവർ ചിലരെ മാറ്റിവെച്ചു, ചിലരെ അവരംഗീകരിച്ചു. ചില നബിമാരെ അവരംഗീകരിച്ചു, ചില നബിമാരെ അവരംഗീകരിച്ചില്ല. പലപ്പോഴും അതിന് അവരെ പ്രചോദിപ്പിച്ചത് അവരുടെ ഗോത്രം, കുടുംബം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഭൗതികമായി അവരുണ്ടാക്കി വെച്ചിട്ടുള്ള പല അതിർവരമ്പുകളും വെച്ചുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ചിലരെ അവരംഗീകരിച്ചില്ല, ചിലരെ അവരംഗീകരിച്ചു. ചിലരെ അവർ മഹത്തുക്കളായി വാഴ്ത്തി, എന്നാൽ വേറെ ചിലരെ അവർ നികൃഷ്ടരായി പ്രചരിപ്പിച്ചു. ഒരിക്കലും ഒരു മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അവർ യാതൊരു ലജ്ജയുമില്ലാതെ നബിമാരെ കുറിച്ച് തന്നെ പറഞ്ഞു പ്രചരിപ്പിച്ചതിന് നമുക്ക് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കങ്ങനെ കാണാൻ കഴിയും. അത്രയും വലിയൊരു കൊടിയ തെറ്റാണ് അവർ ചെയ്തത്. അതുകൊണ്ട് പ്രവാചകന്മാർക്കിടയിൽ അവർ വിവേചനം കൽപ്പിച്ചു. അവരുടെ ജാഹിലിയത്തായിരുന്നു ആ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എല്ലാ നബിമാരെയും അംഗീകരിക്കണം. അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ നബിമാരെയും അംഗീകരിക്കണം. അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ കിതാബുകളെയും അംഗീകരിക്കണം. ഒക്കെ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ആ സ്വഭാവത്തിൽ അതിനെ കാണണം എന്നാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ജൂത സമൂഹം ഈസ അലൈഹിസ്സലാമിനെ അംഗീകരിക്കുന്നില്ല. ഈസ അലൈഹിസ്സലാമിനെ അവർ അംഗീകരിക്കുന്നില്ല. ക്രൈസ്തവ സമൂഹം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അംഗീകരിക്കുന്നില്ല. അതുവരെയുള്ള നബിമാരെ അവർ അംഗീകരിക്കുന്നു. ആ നബിമാരുടെ ചരിത്രത്തിൽ തന്നെ പലപ്പോഴായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള പല കൃത്രിമത്വങ്ങളും കാണിക്കുകയും പല കൈകടത്തലുകളും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അംഗീകരിക്കുന്നേയില്ല. അപ്പൊ ഇങ്ങനെ ചിലർ അംഗീകരിക്കുക, ചിലർ അംഗീകരിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്. അപ്പോൾ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ചെയ്തത് മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, നിങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിൽ വന്നു ചേർന്ന കൂട്ടിച്ചേർക്കലുകളൊക്കെ വെട്ടിമാറ്റി അതിൽ നിന്ന് വിട്ടുപോയതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് എന്താണോ ശരിയായിട്ടുള്ള ദീൻ, എന്താണോ ശരിയായിട്ടുള്ള ചരിത്രം, എന്താണോ ജീവിത കാഴ്ചപ്പാട്, അതിനെ വളരെ വ്യക്തമായി കൃത്യമായി വരച്ചു കാണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് വിശദീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദൂതന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൂതന്മാരൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്, വ്യത്യസ്തമായ രീതിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ വ്യത്യസ്തമായ രീതി ആ ദേവദൂതരിൽ ചിലരെ നാം മറ്റു ചിലരെക്കാൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു അവന്റെ യുക്തിയും അവന് മാത്രം അറിയാവുന്ന യുക്തിയിലാണ് ചെയ്തിട്ടുള്ളത്. ചിലരോട് അള്ളാഹു നേരിൽ സംസാരിച്ചിരിക്കുന്നു,
ഇവിടെ ആളെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു ആരോടാണ് നേരിൽ സംസാരിച്ചത് എന്നറിയുന്ന ഒരു സമൂഹത്തോടാണ് ഖുർആൻ ആദ്യമായി ഇത് പറയുന്നത്. പ്രത്യേകിച്ചും ജൂതന്മാരും ക്രൈസ്തവരുമൊക്കെ ഉള്ള ഒരു സമൂഹത്തോടാണ് ഈ ഖുർആനിന്റെ ആദ്യ അഭിസംബോധന. ഈ ആയത്തുകൾ അവിടെയാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് മൻ കല്ലമല്ലാഹ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അവരുടെ മനസ്സിൽ മൂസ അലൈഹി സ്വലാമിന്റെ ചിത്രം തെളിഞ്ഞു വരും. അവിടെ മൂസ എന്ന പേര് പ്രയോഗിച്ചിട്ടില്ലെങ്കിലും ആ പറയുന്നത് മൂസ അലൈഹിസ്സലാമിനെ കുറിച്ചാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി അവർക്ക് മനസ്സിലാവും. വറഫഅ ബഅ്ദുഹും ദറജാത്ത്, എന്നിട്ട് അല്ലാഹു പറയാണ് ചിലർക്ക് മറ്റു വിധത്തിൽ ഉന്നതമായ പദവികൾ നൽകി. ചിലരോട് സംസാരിച്ചു, ചിലരോടെന്ന് പറഞ്ഞാൽ മൂസാ നബിയോട് നേരിട്ട് സംസാരിച്ചു. എന്നാൽ വേറെ നബിമാരെ വേറെ നിലക്ക് ഉയർത്തി, അവർക്ക് വേറെ ചില പദവികളാണ് നൽകിയത്. അതുപോലെ തന്നെ ആതൈന ഈസബിന് മറിയം, ഈസബിന് മറിയം, അതായത് മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാമിന് എന്താണ് നാം നൽകിയത്? അൽ ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ നാം നൽകി എന്ന് മാത്രമല്ല വഅയ്യദ്നാഹു, എന്നിട്ട് അള്ളാഹു പറയാണ് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഉദ്ദേശം എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവന്റെ പ്രത്യേകമായ അനുഗ്രഹം നൽകി. ഇതൊക്കെ ഓരോ ആളുകൾക്കും മനുഷ്യരെന്നുള്ള നിലക്ക്, പിന്നെ ഈ നബിമാരെല്ലാവരും മനുഷ്യരാണ്, പക്ഷെ അവർക്ക് സ്വയം തന്നെ അവരുണ്ടാക്കിയെടുത്തതായ അല്ലെങ്കിൽ അവർക്ക് സ്വയം തന്നെയുള്ള കഴിവല്ല ഇതൊന്നും, അള്ളാഹു നൽകിയതാണ്. അവർ സ്വയം തന്നെ ശക്തിയുള്ളവരായിരുന്നതല്ല. അയ്യദിനാഹു, നാം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകിയത് അള്ളാഹുവാണ്. അവർക്ക് എല്ലാ അവരുടെ ദറജകൾ വർദ്ധിപ്പിച്ചത്, അവരെ ബലപ്പെടുത്തിയതൊക്കെ അള്ളാഹുവാണ്. അപ്പോൾ ഇവിടെ റൂഹുൽ ഖുദ്സ് കൊണ്ട് ഉദ്ദേശം ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പ്രത്യേകിച്ച് ഈസ അലൈഹിസ്സലാം ഒരുപാട് മുഅ്ജിസത്തുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. നമുക്കറിയാം ചില ഘട്ടങ്ങളിലൊക്കെ ഈസ അലൈഹിസ്സലാം ചില അത്ഭുത പ്രവൃത്തികൾ കാണിച്ചിട്ടുണ്ട്. അത് അല്ലാഹു തആല തന്നെ നൽകിയ കഴിവനുസരിച്ചുകൊണ്ടാണ് അത് കാണിച്ചത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഈസ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ ഈസബിന് മറിയം എന്ന് പറയുന്നു, മറിയമിന്റെ പുത്രൻ ഈസ എന്ന് പറയുന്നു. അതിനും പ്രത്യേകമായ കാരണമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ നൽകിയ കഴിവുകളൊക്കെ ഈസ അലൈഹിസ്സലാം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ആ ബൈബിളിലും സംഭവിച്ചു പോയിട്ടുള്ള തകരാറുകളും കുറവുകളും പരിഹരിച്ചുകൊണ്ട് അതിന്റെ പൂർണ്ണാർത്ഥത്തിലാണ് പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, പിന്നെ എല്ലാ നബിമാരുടെ പേരും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, വിശേഷമായി പറഞ്ഞിട്ടില്ല. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, നൽകപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ തന്നെ ഖുർആൻ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ, പറയാതെ തന്നെ ബോധ്യപ്പെടുന്നതും മനസ്സിലാവുന്നതുമായ കാര്യങ്ങൾ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കില്ല, പറയാതെ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക എന്ന് പറയുന്നതാണല്ലോ ഒരു സാഹിത്യ രീതി. അപ്പോൾ ഇവിടെ വളരെ സ്പഷ്ടമാണ്, വളരെ കൃത്യമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അപ്പോൾ മുഹമ്മദ് നബിക്ക്, അപ്പൊ ഇവിടെ എല്ലാ നബിമാരെയും പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിക്ക് വലിയ ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്, വലിയ കഴിവുകൾ നൽകിയിട്ടുണ്ട്, വലിയ ആദരവ് നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും പറഞ്ഞു വെച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത് എന്താണ്? വലാകിൻ ഇഖ്തലഫു ഫമിൻഹും മൻ ആമന വമിൻഹും മൻ കഫർ. എന്നാൽ ഈ പിന്നെ ദൃഷ്ടാന്തങ്ങളൊക്കെ വന്നതിന് ശേഷം, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ, അടയാളങ്ങൾ, അതുപോലെ തന്നെ ബയ്യിനാത്ത്, വ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ വന്നതിന് ശേഷം എന്താ സംഭവിച്ചത്? ആ തെളിവുകൾ കണ്ട് എല്ലാവരും അങ്ങ് വിശ്വസിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ആ തെളിവുകളൊക്കെ കണ്ടതിന് ശേഷവും എന്താണ്, ചില ആളുകൾ വിശ്വസിച്ചു, ചില ആളുകൾ അവിശ്വസിച്ചു. അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായി, ഇഖ്തിലാഫ് ഉണ്ടായി. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. കാരണം അള്ളാഹു എല്ലാവർക്കും ബുദ്ധി നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധി അനുസരിച്ചുകൊണ്ട് അവർ ചിന്തിക്കുകയും, ചിലർ ആ ബുദ്ധി, ആ പ്രകൃതം എങ്ങനെയാണോ അള്ളാഹു നൽകിയ ഫിത്രത്ത്, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും അങ്ങനെ അവർ അംഗീകരിക്കുകയും
അവർ വിശ്വാസികളാവുകയും ചെയ്തു. എന്നാൽ ചില ആളുകൾ അവരുടെ ബുദ്ധിയെ ദുരുപയോഗപ്പെടുത്തി അവരത് വിശ്വസിക്കാതെ മാറി നിൽക്കുകയും ചെയ്തു. വലൗ ശാ അല്ലാഹു മഖ്തതലു വലാകിന്ന അല്ലാഹു യഫ്അലു മാ യുരീദ് എന്നാണ്. വലൗ ശാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തതലു അവർ പരസ്പരം പോരാടുമായിരുന്നില്ല, അവർ പരസ്പരം വിഘടിക്കുമായിരുന്നില്ല, അവർ പരസ്പരം ഭിന്നിക്കുമായിരുന്നില്ല. അതെന്താണ് പറയുന്നത്? അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? മനുഷ്യരെ അല്ലാഹു വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ അല്ലാഹു ആദരിച്ചിരിക്കുന്നു എന്നാണ്. അവർക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അവരുടെ തെരഞ്ഞെടുപ്പിനെ അല്ലാഹു മാനിക്കുന്നു. അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത വിധം നല്ലതു മാത്രം ചെയ്യാൻ, നല്ലതു മാത്രം ചിന്തിക്കാൻ, നല്ലതു മാത്രം പറയാൻ, ഒരു യന്ത്രം കണക്കെ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തു വെച്ചത് അതനുസരിച്ച് മാത്രം ചലിക്കാൻ കഴിയും വിധമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അള്ളാഹുവിന് കഴിയുമായിരുന്നല്ലോ. മറ്റൊന്നും ചെയ്യാം. അപ്പൊ മലക്കുകൾ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചല്ലാതെ അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. അവരിങ്ങനെ അള്ളാഹു എന്താണോ കൽപ്പിച്ചത്, റുക്കൂയിലുള്ള മലക്കുകൾ റുക്കൂയിൽ തന്നെ, സുജൂദിലുള്ള മലക്കുകൾ സുജൂദിൽ തന്നെ, അർശ് തവാഫ് ചെയ്യുന്നവർ അത് അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ഡ്യൂട്ടിയും ഏൽപ്പിക്കപ്പെട്ടവർ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യനെ അള്ളാഹു അതിനേക്കാൾ ആദരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ആദരിച്ചത്? അവന് മുമ്പിൽ നല്ല ബുദ്ധി, വിശേഷ ബുദ്ധി, തെരഞ്ഞെടുക്കാനുള്ള ശേഷി, വിവേചന ബുദ്ധി നൽകി. അത് നൽകിക്കൊണ്ടാണ് ആദരിച്ചത്. അങ്ങനെ ബുദ്ധി നൽകുകയും ആ വിവേചന ബോധം നൽകുകയും ചെയ്തതിനു ശേഷം അവന്റെ മുന്നിൽ നല്ലതും ചീത്തയും വെച്ചു കൊടുക്കുകയാണ്, നന്മയും തിന്മയും വെച്ചു കൊടുക്കുകയാണ്. ആ നന്മ അവന് സ്വീകരിക്കാം, അല്ലെങ്കിൽ തിന്മ സ്വീകരിക്കാം. അങ്ങനെ എല്ലാം സ്വീകരിക്കാൻ പാകത്തിൽ, എല്ലാം തെരഞ്ഞെടുക്കാൻ കഴിയും വിധം അവന് സ്വാതന്ത്ര്യം നൽകിയതിനു ശേഷം അവൻ നല്ലത് തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അവൻ ചീത്തയിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. അവൻ അപ്പോഴാണ് അവന് നൽകപ്പെട്ട ബുദ്ധിയെ, അവന് നൽകപ്പെട്ട ആദരവിനെ പരിഗണിക്കുന്നവനായി തീരുക. അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യരുടെ വിഷയത്തിൽ ചെയ്തത്. അതുകൊണ്ടെന്താണ് എല്ലാ തെളിവുകളും വന്നു കിട്ടിയതിന് ശേഷവും ചിലർ നിഷേധിച്ചു, ചിലർ വിശ്വസിച്ചു. അങ്ങനെ നിഷേധിച്ച ആളുകൾക്ക് ശിക്ഷ ലഭിക്കും, അത് അംഗീകരിച്ച ആളുകൾക്ക് രക്ഷയും സമാധാനവും അള്ളാഹുവിന്റെ റിളയും ലഭിക്കും. അങ്ങനെയല്ലെങ്കിൽ പിന്നെ മനുഷ്യന്റെ ജീവിതം പരീക്ഷണമാവുകയില്ലല്ലോ. എല്ലാവർക്കും നല്ലത് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ എന്നാണെങ്കിൽ ഒരു പ്രോഗ്രാം കണക്കെ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധമാണെങ്കിൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയം വരുന്നില്ലല്ലോ, സ്വർഗനരകങ്ങളുടെ വിഷയം വരുന്നില്ലല്ലോ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർക്ക് തമ്മിൽ പോരാടാനാകുമായിരുന്നില്ല. പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. അപ്പോൾ അള്ളാഹു താല മനുഷ്യരെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? മനുഷ്യരെ കൊണ്ട് പരീക്ഷണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നബ്തലീഹി, നാം അവരെ പരീക്ഷിക്കുന്നു. അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ലത് ചെയ്യുക എന്ന് അള്ളാഹു പരീക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ ദൂതന്മാരെ അയച്ചത് അള്ളാഹുവാണ്. വ്യത്യസ്തമായ ദൂതന്മാരെ, ചിലർ നബിമാരാണ്, ചിലർ റസൂലാണ്. അത് തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ ഇംഗിതപ്രകാരം, ഇച്ഛപ്രകാരം അള്ളാഹു ചെയ്യുന്നതാണ്. ചിലരെ പ്രധാനപ്പെട്ട റസൂലാക്കി അയക്കുമ്പോൾ ചിലരെ അവരെ അസിസ്റ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ അയക്കുന്നു. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മൂസ അലൈഹി സ്വലാമിന്റെ കൂടെ ഹാറൂൺ അലൈഹി സ്വലാമിനെ, സഹോദരനെ അയക്കുകയാണ്. അതേപോലെ തന്നെ ചിലരെ അയക്കുന്നത് മുൻ പ്രവാചകന്മാരെ അവരുടെ അധ്യാപനങ്ങൾ തന്നെ ഏറ്റുപറയാനും അത് പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ചില ആളുകളെ അയക്കുന്നത്. ചിലരയക്കുന്നത് ചില പ്രത്യേകമായ ഗോത്രത്തിലേക്കോ പ്രദേശങ്ങളിലേക്കോ ആണ്. വേറെ ചിലരെ അയക്കുന്നത് അല്പം കൂടി വിശാലമായ ഒരു പ്രദേശത്തേക്കോ സമൂഹത്തിലേക്കോ ആണ്. ചില ആളുകൾക്ക്, ചില നബിമാർക്ക് അല്ലാഹു തആല കിതാബ് നൽകുന്നു. എന്നാൽ വേറെ ചില നബിമാർ ആ നൽകപ്പെട്ട കിതാബ് തന്നെ അനുസരിച്ച് വിധിക്കുകയും
ആ കിതാബ് തന്നെ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്നവരായി അള്ളാഹു അങ്ങനെയും അയക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, ഇംഗിതമാണ്. അവന്റെ ഇംഗിതപ്രകാരം, അവന്റെ ഇഷ്ടപ്രകാരമാണല്ലോ ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചത്. അതിന്റെ ഘടനയിൽ ആരോടോ അഭിപ്രായം ചോദിച്ചിട്ടില്ലല്ലോ ഇവിടെയുള്ള മനുഷ്യരെ പടച്ചത്, മനുഷ്യർക്കിടയിലെ വൈവിധ്യങ്ങൾ ഉണ്ടാക്കിയത്, മനുഷ്യർക്കിടയിലെ ജീവിത നിലവാരത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയത്, മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ തമ്മിൽ വ്യത്യസ്തമാക്കിയത്, വ്യത്യസ്തമായ രീതിയിൽ മനുഷ്യനെ വിവിധ നിറങ്ങളിൽ, വിവിധങ്ങളായിട്ടുള്ള ശൈലികളിൽ, വ്യത്യസ്തമായ ശരീര രൂപങ്ങളിൽ ഒക്കെ അള്ളാഹു ആണല്ലോ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതുപോലെ അള്ളാഹു അയച്ച ദൂതന്മാരിൽ അള്ളാഹു താല ചിലരെ ചില പ്രത്യേകമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ശ്രേഷ്ഠരാക്കുകയും പദവികൾ ഉയർത്തുകയും ചില അനുഗ്രഹങ്ങൾ ചിലർക്ക് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി, വരാനിരിക്കുന്ന മുഴുവൻ സമൂഹത്തിനും വേണ്ടി, അന്ത്യനാൾ വരെ ജനിക്കാനിരിക്കുന്ന സകലർക്കും വേണ്ടി, സകല നാട്ടുകാർക്കും സകല ഭാഷക്കാർക്കും വേണ്ടിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ അള്ളാഹു അവന്റെ ഇംഗിതത്താൽ ചെയ്യുന്നതാണ്. വലൗ ശാ അല്ലാഹു മഖ്തതലു വലാകിൻ അല്ലാഹ യഫ്അലു മാ യുരീദ്. അള്ളാഹു പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹു പ്രവർത്തിക്കുന്നത്. അതാണല്ലോ അള്ളാഹു, അതാണല്ലോ സൃഷ്ടാവ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആരുടെ മുന്നിലും ന്യായങ്ങൾ ബോധിപ്പിക്കേണ്ടതായ യാതൊരു ആവശ്യവും ഇല്ല. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള ഈ വിവേചനാധികാരം, അല്ലെങ്കിൽ ആ ബുദ്ധി, വിവേചന ശക്തി, അതിനെ ശരിയാം വണ്ണം ഉപയോഗിച്ചുകൊണ്ട് ക്ഷണികമായിട്ടുള്ള പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും പൈശാചികമായിട്ടുള്ള വഴിതെറ്റിക്കലുകൾക്കും വിധേയപ്പെടാതെ അള്ളാഹുവിന് മാത്രം ഈ അനുസരണം, കീഴ്വണക്കം, അള്ളാഹുവിന് മാത്രം തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ് വിജയിക്കുക എന്ന് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതായ കാര്യമാണ്. അതുപോലെ തന്നെ ഈ തത്വങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ തത്വങ്ങളും ഇത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സാന്ത്വനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആശ്വസിപ്പിക്കുന്ന, സാന്ത്വനിപ്പിക്കുന്ന ആയത്തുകൾ കൂടിയാണ് ഇവിടെ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനുശേഷം അല്ലാഹു തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക, മിൻ ഖബൽ അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ, നിങ്ങൾക്കൊരു ദിവസം വരാനുണ്ട്, ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുക. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അന്ന് യാതൊരു കൈമാറ്റങ്ങളുമില്ല, വാങ്ങുക കൊടുക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല, ഒരു കച്ചവടവുമില്ല. അന്ന് യാതൊരു തരത്തിലുള്ള മൈത്രീ ബന്ധങ്ങളും ഇല്ല. ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊന്നും അന്നില്ല. അതിനൊന്നും ആർക്കും നേരമില്ല. അതൊന്നും ഒരു വിഷയമല്ല. ആ അർത്ഥത്തിൽ ഉള്ള ഒരു ദിവസമാണ്. അതുപോലെ തന്നെ അന്ന് വലാ ശഫാഅത്തുൻ, അന്ന് യാതൊരു തരത്തിലുള്ള റെക്കമെൻഡേഷനുകളുമില്ല, ശുപാർശകൾ ഇല്ല. ആരും ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാൻ പോകുന്നില്ല. വൽ കാഫിറൂന, നിഷേധികളായിട്ടുള്ള ആളുകൾ, ഹും, അവർ തന്നെയാണ്, അദ്ദാലിമൂൻ, അക്രമികളായിട്ടുള്ള ആളുകൾ, അവർ തന്നെയാകുന്നു അധർമ്മകാരികളായിട്ടുള്ള ആളുകൾ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളത്, ഇവിടെ മുർസലീങ്ങളെ കുറിച്ച് പറഞ്ഞു, പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു, ആ തിരുദൂതരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരിൽ അള്ളാഹു നൽകിയിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ശ്രേഷ്ഠതകളെ കുറിച്ച് പറഞ്ഞു, അവർക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ മുഅ്ജിസത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ഇംഗിതമനുസരിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്ന സംഗതിയും നമ്മൾ പഠിച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഇനി മുഅ്മിനീങ്ങളെ, വിശ്വസിച്ചവരെ, നിങ്ങൾ എന്തു വേണം? നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. അതെപ്പോഴാണ് ചെലവഴിക്കേണ്ടത്? നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു ദിവസം, ആ ദിവസത്തിന്റെ പ്രത്യേകതകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അവന്റെ കലാം, പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയപ്പോൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം തൊട്ടുടനെ ഫാത്തിഹയിൽ നമ്മൾ ആവശ്യപ്പെടുന്നത്
സിറാത്തുൽ മുസ്തഖീം ആണല്ലോ, നമുക്ക് നേരായ വഴി കാണിച്ചു തരണമെന്നാണല്ലോ. ആ വഴി കാണിച്ചു തരാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടതിനോട് അള്ളാഹുവിന്റെ പ്രതികരണം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് തഖ്വയുള്ളവർക്ക് സന്മാർഗമാകുന്നു എന്നാണ്. എന്നിട്ട് പിന്നെ തഖ്വയുള്ളവരുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞത് എന്താണ്? അല്ലദീന യുക്മിനൂന ബിൽ ഗൈബ് വ യുഖീമൂന സ്വലാ വ മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെയും പറഞ്ഞിട്ടുള്ളത് എന്താണ്? നൽകപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകളാണ് എന്നതാണ്. അതിൽ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ആരുടേതാണ്? അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണോ, നമ്മൾ സംവിധാനിച്ചതാണോ, നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണോ? അല്ല, അത് നൽകപ്പെട്ടിട്ടുള്ളതാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അളവിൽ കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും, നമ്മുടെ കറൻസി ആണെങ്കിലും സ്വർണമാണെങ്കിലും വെള്ളിയാണെങ്കിലും, നമ്മുടെ ഭൂസ്വത്തുക്കളാണെങ്കിലും, എന്തിന്റെ എല്ലാം ഉടമസ്ഥരാണ് നമ്മൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ ഉടമസ്ഥരല്ല, നമ്മൾ അതിന്റെ സൂക്ഷിപ്പ് സ്വത്താണ് യഥാർത്ഥത്തിൽ. അള്ളാഹു നമ്മൾ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു താല ഏൽപ്പിച്ചതാണ് എന്നും അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണ് എന്നുമുള്ള ഒരു ബോധമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മെ നയിക്കേണ്ടത്. നമ്മുടെ സമ്പത്ത് എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ എന്റേത്, എന്റെ സമ്പത്ത് അങ്ങനെയില്ല. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ശൂന്യഹസ്തരായിക്കൊണ്ടാണ് വന്നത്. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ പ്രപഞ്ചത്തെ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ്. യാതൊരു വീഴ്ചകളും തകരാറുകളും പോരായ്മകളും ഇല്ലാതെ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഈ ഭൂമി. അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അള്ളാഹുവാണ് റാസിഖ്. അല്ലാഹു ഖൈറുർ റാസിഖീൻ. ഏറ്റവും നന്നായിട്ട് റിസ്ക് നൽകുന്നവൻ ആരാണ്? അള്ളാഹു താലയാണ്. അപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ളതാണ് നമ്മുടെ സമ്പത്ത് അഖിലവും എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കേണ്ടത്. അതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക വീക്ഷണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അള്ളാഹു നൽകിയത്. അപ്പൊ നിങ്ങളോട് നൽകാൻ പറയുന്നത്, ചെലവഴിക്കാൻ പറയുന്നത് നിങ്ങളായിട്ട് കണ്ടെത്തിയതോ നിങ്ങളായിട്ട് ഉണ്ടാക്കിയതോ നിങ്ങളായിട്ട് സൃഷ്ടിച്ച് സംവിധാനിച്ചതോ അല്ല, നിങ്ങൾക്ക് നൽകിയതാണ്. അങ്ങനെ നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നേ നിങ്ങളോട് പറയുന്നുള്ളൂ. അതാണ് നിങ്ങളോട് പറയുന്നുള്ളൂ. അതിനി നിങ്ങൾ ചെലവഴിച്ചില്ലെങ്കിലോ, ആ നൽകപ്പെട്ടത് ചെലവഴിക്കാതെ നിങ്ങൾ തന്നെ കെട്ടിപ്പൂട്ടി വെക്കുകയാണെന്ന് വെക്കുക. ഏതുവരെയാണ് നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കുക? എത്ര കാലമാണ് നിങ്ങൾ അതിന്റെ അധിപന്മാരായിരിക്കുക? നിങ്ങൾക്കറിഞ്ഞുകൂടാത്ത ഏതോ ഒരു നേരത്ത്, രാത്രിയാവാം, പകലാകാം, യാത്രയിലാകാം, വീട്ടിലാകാം, ഈ ഭൂമിയെ വിട്ടുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നത് വെറും കൈയോടെയാണ്. ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചു പോകുന്നതും വെറും കൈയോടെയാണ്. അപ്പോൾ നിങ്ങൾ ഈ സമ്പത്തെല്ലാം ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള സകല സംവിധാനങ്ങളെയും നിങ്ങൾ നിങ്ങളുടേതായി തന്നെ എടുത്തു വെച്ചാലും എത്രയാണ് നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കുക? നിങ്ങളതൊക്കെ വിട്ടേച്ചു പോകുന്നതാണ്. അപ്പോൾ ബുദ്ധി ഏതാണ്? നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ഈ സമ്പത്ത് ആ നൽകിയവന്റെ ശാസനയനുസരിച്ച്, അവന്റെ ഇഷ്ടമനുസരിച്ച്, അവന്റെ താല്പര്യമനുസരിച്ച് അങ്ങ് ചെലവഴിക്കുക എന്നതാണ്. വരാനിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം പിന്നെ ഞാൻ പടച്ചവനെ എനിക്ക് അവധി നീട്ടിത്തരണേ എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. ഈ ലോകത്തിൽ നിന്ന് മരിക്കുന്ന ആൾക്കാർ പറയുന്നതാണ്, നീ എനിക്ക് കുറച്ച് അള്ളാഹു പറയുന്നല്ലോ പരിശുദ്ധ ഖുർആനിൽ, ഒരാൾക്കും അങ്ങനെ അജല് നീട്ടിക്കൊടുക്കുകയില്ല. നീ എനിക്ക് ഒരു അവധി അല്പം നീട്ടിത്തന്നാൽ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം, സ്വാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്നൊക്കെ റൂഹ് പിടിക്കാൻ പോകുമ്പോൾ മനുഷ്യൻ പറയുമെന്നാണ്. ഇല്ല, അങ്ങനെ ഒരാൾക്കും അവധി വിട്ടുകൊടുക്കുകയില്ല. അതാണ് മരണത്തിന്റെ തീയതി. അതിനും ശേഷം വരാനിരിക്കുന്ന ഒരു വിചാരണ നാളുണ്ട്. അവിടെ ആളുകളെല്ലാം ഒരുമിച്ച് കൂടുമ്പോൾ അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ആ അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ യാതൊരു ബൈഉം നടക്കുകയില്ല, ഒന്നും വാങ്ങാനും കൊടുക്കാനുമില്ല. ഭൂമിയിൽ നിങ്ങൾ പലതും വാങ്ങുന്നു, പലതും കൊടുക്കുന്നു, അല്ലെ? പലതരത്തിലുള്ള കച്ചവടങ്ങൾ, പലതരത്തിലുള്ള കൊള്ളക്കൊടുക്കകൾ, ആദാന പ്രദാനങ്ങളുണ്ട്. പക്ഷെ അവിടെ അങ്ങനെ ഒന്നുമില്ല. അവിടെ അങ്ങനത്തെ യാതൊരു കാര്യവുമില്ല. അവിടെ നഫ്സി നഫ്സി എന്നതാണ്. ഓരോരുത്തരും എന്റെ കാര്യം എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷപ്പെടണമല്ലോ എന്നാണ്. അപ്പൊ അവിടെ ഫ്രണ്ട്സ് ഇല്ല, അവിടെ ബന്ധുക്കളില്ല, അവരൊന്നും സഹായിക്കാനില്ല. ഇനി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കൊണ്ട് ശുപാർശ ചെയ്യിപ്പിച്ചിട്ടാണല്ലോ പല കാര്യങ്ങളും നേടിയെടുക്കുന്നത്. ദുനിയാവിൽ അങ്ങനെയാണ്. നമ്മൾ പലർക്ക് വേണ്ടിയിട്ടും ശുപാർശകൾ ചെയ്യും, പലരെയും റെക്കമെൻഡ് ചെയ്യും. ചില ആളുകളെ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് വരാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു ദിവസമാണ് വരാൻ പോകുന്നത്.
അവിടെ വലാ ഷഫാഅത്തുൻ, അവിടെ യാതൊരു തരത്തിലുള്ള ശുപാർശയും സാധ്യമല്ല. അപ്പോൾ മൈത്രി ബന്ധങ്ങളില്ലാത്ത, കൊള്ളക്കൊടുക്കകളില്ലാത്ത, ശുപാർശകൾ സാധ്യമല്ലാത്ത ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തിനു മുമ്പ് എന്താണോ നിങ്ങൾക്ക് നൽകപ്പെട്ടത് അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം. പരിശുദ്ധ ഇസ്ലാമില് ഈ സമ്പത്ത് ചെലവഴിക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുണ്ട്, വളരെ വൈവിധ്യമാർന്ന മാർഗങ്ങളുണ്ട്. സക്കാത്ത് അതിലൊരു ഇനമാണ്. സക്കാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വളരെ കൃത്യമായി അതിന് അതിന്റെ അളവ് കൃത്യമാണ്, അതിന്റെ സമയം കൃത്യമാണ്, അതിന്റെ വിഹിതം എത്രയാണ് എന്നത് കൃത്യമാണ്. ഓരോ ഇനത്തിനും കാർഷിക വിളകൾക്കാണെങ്കിൽ ഇങ്ങനെ, അതല്ല വാടകയാണെങ്കിൽ, അതല്ല ശമ്പളമാണെങ്കിൽ, നാണയമാണെങ്കിൽ, സ്വർണമാണെങ്കിൽ, വെള്ളിയാണെങ്കിൽ, ഇങ്ങനെ നിശ്ചിതമായ വളരെ കൃത്യപ്പെടുത്തിയ കണക്കുണ്ട്. ആ കണക്ക് മാത്രമല്ല, അതിന് അവകാശികൾ ആരാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരാണ് ഖുദ് മിൻ അംവാലിഹിം സദഖ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതൊരു ഔദാര്യമായിട്ട് വരുന്ന ആളുകളുടെ മുമ്പാകെ ഒരു മേലാളനായി നിന്നുകൊണ്ട് അങ്ങനെ ഒരു കൊടുക്കുകയല്ല. ധർമ്മം നമ്മൾ പറയാറുണ്ട്, ധർമ്മം കൊടുക്കുക എന്ന് പറയുന്ന രീതിയിൽ കൊടുക്കുന്നവൻ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയും വാങ്ങുന്നവൻ ഒച്ചാനിച്ചു നിൽക്കുകയും ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഓരോരുത്തർ കൊടുക്കുകയല്ല. ഖുദ് മിൻ അംവാലിഹിം സദഖ, അവരുടെ സമ്പത്തിൽ നിന്ന് ഈ സക്കാത്ത് നിർബന്ധദാനത്തെ നീ എടുക്കുക, പിടിക്കുക എന്നാണ്. അപ്പൊ അത് വളരെ കൃത്യമാണ് സക്കാത്തിന്റെ രീതി. ഈ കാലത്ത് സക്കാത്തിനെ കുറിച്ച് ഒരുപാട് തർക്കങ്ങളും സംവാദങ്ങളും വിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ ഒരു സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാം, വ്യക്തിപരമായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കാമെന്നൊക്കെ ചിന്തിച്ചു പോകുന്ന ആരൊക്കെയോ ഉണ്ടാക്കി തീർക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇസ്ലാമിൽ ഇതിനെക്കുറിച്ച് യാതൊരു അവ്യക്തതയുമില്ല, വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇസ്ലാം കാര്യത്തിൽപ്പെട്ട ഒന്നാണല്ലോ അത്. ഇസ്ലാം കാര്യം ഇസ്ലാമിന്റെ അടിസ്ഥാന പഞ്ചസ്തംഭങ്ങൾ എന്നാണല്ലോ പറയുന്നത്. ആ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട സക്കാത്തിന്റെ കാര്യത്തിൽ എങ്ങനെ അവ്യക്തത ഉണ്ടാകും? അവ്യക്തത ഉണ്ടാവില്ല. ഖുർആനിലും സുന്നത്തിലും അത് വളരെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് അതിനെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അവിടെയാണ് അവ്യക്തതകൾ കടന്നു വരിക. അപ്പോൾ സക്കാത്ത് വളരെ കൃത്യമാണ്. പിന്നെ എന്താ ഉള്ളത്? ഐച്ഛികമായ ദാനങ്ങളാണ്. ഐച്ഛികമായ ദാനങ്ങൾ അത് ഉള്ളവർ മാത്രമല്ല കൊടുക്കേണ്ടത്, ഇല്ലാത്തവരും കൊടുക്കണം. യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, ക്ഷേമകാലത്ത് കൊടുക്കണം, ക്ഷാമകാലത്ത് കൊടുക്കണം. ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ കൊടുക്കുന്നതാണ് ഐച്ഛികമായ ദാനങ്ങൾ. അത് അടിച്ചു വീശുന്ന കാറ്റുപോലെ ഉദാരനായിരുന്നു എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സദഖ എന്ന് പറയുന്ന രീതിയും. ഇനി ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനം നഷ്ടപ്പെടാത്ത രീതിയിൽ എല്ലാ കാലത്തും നിലനിർത്തി അതിന്റെ ഫലങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന ഒരു രീതിയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാമില് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, വളരെ മനോഹരമായ രീതിയിൽ ആ വഖഫ് സംവിധാനത്തെ നമ്മുടെ മുൻഗാമികൾ കൊണ്ടു നടന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ആവശ്യങ്ങൾ അതിലൂടെയായിരുന്നു നിർവഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വാഖിഫ് അഥവാ വഖഫ് ചെയ്യുന്നയാൾ ഏതൊരു ഉദ്ദേശത്തിനാണോ അത് ചെലവഴിക്കണമെന്ന് പറയുന്നത്, ആ നിയ്യത്തിൽ നിന്ന് മാറ്റാൻ പാടില്ല. അങ്ങനെ അത് തുടർന്നു പോവുകയാണ് ചെയ്യുക. എത്ര കാലമാണോ അത് നിലനിൽക്കുന്നത്, അത്രയും കാലം അത് തുടർന്നു പോകും. ഒരു കിണർ ഒരാൾ വഖഫ് ചെയ്യുകയാണ്, കുടിവെള്ളം എന്ന നിലയിൽ. കിണർ ആരും കൊണ്ടുപോകാൻ പാടില്ല, അത് വിൽപ്പന നടത്താൻ പാടില്ല, അത് വേറൊന്നും ചെയ്യാൻ പാടില്ല. അതിൽ നിന്നുള്ള വെള്ളം അതിങ്ങനെ വറ്റാത്ത കാലത്തോളം, വെള്ളം കിട്ടുന്ന കാലത്തോളം അതിങ്ങനെ കുടിവെള്ളം എന്ന് പറയുന്ന സംഗതി അങ്ങനെ ഓരോ കാര്യങ്ങളും വഖഫ് ചെയ്യുന്നത് മരുന്നിന്റെ കാര്യത്തിൽ ഉണ്ട്, കിണറിന്റെ കാര്യത്തിലുണ്ട്, കുളിപ്പുരകളുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ വഖഫുണ്ട്, അതുപോലെ തന്നെ പാവങ്ങൾക്ക്, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലുണ്ട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങളെ സംരക്ഷിക്കാൻ പോലും വഖഫ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് ഇസ്ലാമിൽ ചെലവ് ചെയ്യാനുള്ള ഇൻഫാഖ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു രീതിയാണ് വഖഫ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അങ്ങനെ അല്ലാതെയുമുണ്ട്. ഭക്ഷണം കൊടുക്കുക, ഖൈറുക്കും മൻ അത്അമ തആം, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഭക്ഷണം കൊടുക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആരാധനാ കർമ്മങ്ങളിൽ വരുന്ന വീഴ്ചകൾ, എന്തെങ്കിലുമൊക്കെ തകരാറുകൾ, പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിദിയകൾ മുഴുവനും ഈ ചെലവഴിക്കുന്ന രീതികളാണ്. ചിലത് ബലിയെറുക്കാനാണ്, വേറെ ചിലത് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്,
ഇങ്ങനെ ചിലത് വസ്ത്രം കൊടുക്കാനാണ്. ഇങ്ങനെ ചെലവഴിക്കാനുള്ള വ്യത്യസ്തമായ രീതികൾ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ശരി, അല്ലയോ മുഅ്മിനീങ്ങളെ, ആ വരാനിരിക്കുന്ന ഭയാനകമായൊരു ദിവസം, കൂട്ടുകാരില്ലാത്ത, ശുപാർശ ചെയ്യാൻ ആളില്ലാത്ത, ആരോരും രക്ഷക്കില്ലാത്ത ആ ഒരു നാൾ വരാനുണ്ട്. അന്ന് ഖേദിച്ചിട്ട് ഫലമില്ല, കൈവിരൽ കടിച്ചിട്ട് ഫലമില്ല. അതിനു മുമ്പേ തന്നെ നിങ്ങൾ ഈ ഇൻഫാഖ്, ചെലവഴിക്കുക എന്ന് പറയുന്ന സംഗതി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ നടത്തണം എന്ന ഒരു പാഠമാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിനെല്ലാം നിഷേധിക്കാം. അങ്ങനെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ആ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ അത് അള്ളാഹു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അംഗീകാരവും പദവിയുമാണ്. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ നിഷേധിക്കുകയും ചെയ്യാം. അങ്ങനെ നിഷേധിക്കുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ളുൽമ് ചെയ്യുന്നത് എന്നാണ്. ളുൽമ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെയോ ഒരു സാധനത്തെയോ ഒരു വസ്തുവിനെയോ വെക്കേണ്ട സ്ഥലം തെറ്റിച്ചു വെക്കുന്നതിനെയാണ് ളുൽമ് എന്ന് പറയുന്നത്. ക്രമം തെറ്റിക്കുക, അക്രമം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഫിത്രത്ത്, മനുഷ്യന്റെ ശുദ്ധപ്രകൃതം ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനാണ്, അള്ളാഹുവിൽ വിശ്വസിക്കാനാണ്, അല്ലെ, അന്ത്യദിനത്തെ സംബന്ധിച്ച് ജാഗ്രത ഉണ്ടാകുവാനാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഫിത്രത്ത് ആവശ്യപ്പെടുന്നത്. എന്നാൽ അതിൽ നിന്ന് ക്രമം തെറ്റി, വകുപ്പ് മാറി, അതിൽ നിന്ന് സ്ഥാനചലനം ഉണ്ടായി ചെയ്യുന്ന ളുൽമ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ, യഥാർത്ഥത്തിൽ സത്യനിഷേധം കൈക്കൊണ്ടവർ തന്നെയാണ് ളുൽമ് ചെയ്യുന്നവർ, അക്രമം ചെയ്യുന്നവർ എന്ന് മനസ്സിലാക്കേണ്ടതാണ്. വളരെ കൃത്യമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ. അത് നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിലാണ് നമ്മളുള്ളത്. റമദാനിന്റെ അതിപ്രധാനമായ പാഠങ്ങളിൽ ഒന്നാണ് നമുക്ക് ലഭിച്ചത് മറ്റുള്ളവർക്ക് നൽകുക എന്ന് പറയുന്നത്. സമ്പത്തുള്ള ആളുകൾ അത് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം. ഇല്ലാത്ത ആളുകൾ, നിങ്ങളുടെ കയ്യിൽ എന്ത് സമ്പത്താണ് വേറെയുള്ളത്, അത് ആ മാർഗത്തിൽ ചെലവഴിക്കണം. ശാരീരികമായ ശേഷി ഉള്ള ആളുകൾ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണം. ബുദ്ധിയുള്ള ആളുകൾ സൽബുദ്ധി പറഞ്ഞു കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണം. നല്ല നല്ല ആശയങ്ങൾ, നല്ല നല്ല ഐഡിയകൾ ഉള്ള ആളുകൾ അത് സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകണം. അങ്ങനെ അറിവുള്ള ആളുകൾ ആ വിജ്ഞാനത്തെ മറ്റുള്ളവർക്ക് നൽകണം. നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും. സാന്ത്വന വാക്കുകൾ കൊണ്ട് ഒരു ദുഃഖത്തെ, ഒരു വലിയ സങ്കടത്തെ ഇറക്കി വെക്കാൻ ഒരു പക്ഷേ നമ്മുടെ ഒരു വാക്ക് മതിയാവും, ഒരു സാന്ത്വനം മതിയാവും. അത് കഴിയുന്ന ആളുകൾ അത് കൊടുക്കണം. യാതൊരു പിശുക്കുമില്ലാതെ എന്താണോ നമുക്ക് നൽകപ്പെട്ടത് അതെല്ലാം അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചു വജഹില്ല എന്ന രീതിയിൽ നൽകുകയാണെങ്കിൽ അത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്, പ്രോത്സാഹജനകമായ കാര്യമാണ്. ഇനി അഥവാ ആർക്കും നൽകുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ അയാളുടെ സ്വത്തും സമ്പാദ്യങ്ങളും അടച്ചു പൂട്ടി വെക്കുകയാണെങ്കിൽ, ആർക്കും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ, അങ്ങനെ കൊടുക്കാതിരുന്നാൽ തന്നെ അതിന്റെ അവധി എന്ന് പറയുന്നത് ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ മാത്രമാണ്. അതെപ്പോഴാണ് എന്ന് നമുക്കൊട്ട് അറിയുകയില്ലതാനും. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത, ഒരുപക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, സമീപസ്ഥമായ ചെരുപ്പിന്റെ വാറിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ കണ്ഠനാടിയേക്കാൾ നമ്മോട് അടുത്ത് നിൽക്കുന്ന നമ്മുടെ മരണം എന്ന് പറയുന്നത് ആ ദിനത്തിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ 2 ആയത്തുകളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഇതുപോലെയുള്ള ഒരു സംവിധാനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയൊരു ജുസയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ജുസയിൽ നമ്മൾ 2 ആയത്തുകൾ മാത്രം പറഞ്ഞു. അടുത്ത ആയത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ആയത്താണ്. നമുക്ക് മിക്കവാറും എല്ലാവർക്കും കാണാതറിയുന്ന ആയത്താണ്. ആ ആയത്തിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ആയത്തുൽ കുർസി എന്ന് പേര് വിളിക്കുന്ന ആ ആയത്ത്, അത് പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ പാരായണം ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്ന്, വീട്ടി തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്ന്, മരണസമയത്തെയും ഖബറിലെയും നരകത്തിന്റെയും അദാബുകളിൽ നിന്ന് നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മുടെ നോമ്പ്, നമ്മുടെ രാത്രി നമസ്കാരം, നമ്മുടെ സദഖകൾ, നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല അനേകം ആയിരം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. വലിയ കനം, നന്മയുടെ തുലാസിൽ വലിയ കനം തൂങ്ങുന്ന കർമ്മങ്ങളായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തെ, മാതാപിതാക്കളെ എല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിദായത്തും നൽകി നമ്മെ നമുക്ക് പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒട്ടനേകം ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അവർക്ക് ആവശ്യമായ അവരുടെ സ്വാലിഹായ ആഗ്രഹങ്ങൾ, അവർക്ക് എന്താണ് വേണ്ടതെന്ന് റബ്ബിന് മാത്രമാണ് അറിയുക. അതൊക്കെ അല്ലാഹു തആല ഏറ്റവും നല്ലത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ثبت اقدامنا في سبيلك يا رب العالمين. ربنا اتمم لنا نورنا واغفر لنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.